ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകവാണിന്ന വേദാന്തം ഞങ്ങളിൽ ദീപമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ആദരണീയരായ വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോവിഡ് അതിതീവ്ര വ്യാപനത്തിൻ്റെ ആശങ്കകൾക്കിടയിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ ഒരു പുതിയ അക്കാദമിക വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കപ്പെടുകയാണ്. ഏറെ സന്തോഷമുണ്ട് ഓൺലൈനായി പ്രവേശനോത്സവ ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അതിലേറെ സന്തോഷമുണ്ട്, ഇരട്ടി മധുരമുണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രവേശനോത്സവ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ, നമ്മുടെ വിദ്യാർത്ഥികളോട് സംവദിക്കാൻ ചേലക്കരയുടെ അഭിമാനമായ സ്വകാര്യ അഹങ്കാരമായ MLA ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ എത്തുന്നു എന്നുള്ളത്. ലാളിത്യത്തിൻ്റെ മറുവാക്കായ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ തുറന്ന പാഠപുസ്തകമായ ചേലക്കരയുടെ സ്വന്തം രാധേട്ടനെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് മാനേജ്മെൻറ്റിൻ്റെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പേരിൽ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേലക്കരയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീമതി പത്മജ MK അവർകളെയും വാർഡ് മെമ്പർ ശ്രീമതി ബീന മാത്യൂസിനെയും നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രവേശനോത്സവ ആഘോഷങ്ങളിലേക്ക് ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒപ്പം നമ്മുടെ വിദ്യാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട മാനേജർ റവറന്റ് ഫാദർ ജോൺ കൊള്ളന്നൂർ CMI അവർകളെയും ഇന്നത്തെ ഈ പ്രവേശനോത്സവ ആഘോഷങ്ങളിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഓൺലൈൻ പഠനം ഏറ്റവും മികച്ച രീതിയിൽ അധ്യാപകരോടൊപ്പം കൈകോർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോവിഡ് നിങ്ങളിൽ നിന്ന് കവർന്നെടുത്തത് നിങ്ങളുടെ വിദ്യാലയത്തിലെ പ്രിയ നിമിഷങ്ങളാണ്, നിങ്ങളുടെ കളിച്ചിരികളും പ്രിയ സൗഹൃദങ്ങളുമാണ്. എങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഏറ്റവും മികച്ച പഠനാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ നിങ്ങളുടെ മാനസികോല്ലാസം ലക്ഷ്യമിട്ടുള്ള അക്കാദമികേതര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ പദ്ധതികളുമായി പങ്ങാരപ്പള്ളി സെൻറ്റ് ജോസഫ്സ് UP വിദ്യാലയം നിങ്ങൾക്ക് ഒപ്പമുണ്ട്. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ, മികച്ച ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കരുത്തു പകരാനും ആത്മവിശ്വാസം നൽകാനും നിഴലായി ഇവിടുത്തെ അധ്യാപകരും നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങൾക്കൊപ്പമുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലേക്ക് പുതുതായി എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പങ്ങാരപ്പള്ളി സെൻറ്റ് ജോസഫ്സ് UP വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തിലേക്ക് ഏറെ സന്തോഷപൂർവ്വം, ഏറെ വാത്സല്യപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം ഇവിടെ 6-7 ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഇന്നത്തെ പ്രവേശനോത്സവ ആഘോഷത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നന്ദി. വിദ്യാർത്ഥി കൂട്ടുകാരെ, നിങ്ങൾക്ക് വിജയാശംസകൾ, അഭിനന്ദനങ്ങൾ നേരുന്നു. ഇന്ന് പഠന ഉത്സവമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നേടാനുള്ള ഒരു വർഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഓൺലൈനിൽ കൂടെ പലതും ചെയ്യേണ്ടി വന്നു. അത് ഈ വർഷവും തുടരേണ്ടി വരുമെന്നാണ് മനസ്സിലാകുന്നത്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനിന് കീഴടക്കുക. ഓൺലൈനിലുള്ള പഠനങ്ങളെ കാര്യങ്ങളെ എല്ലാം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ സാധാരണ ക്ലാസ്സുകളേക്കാൾ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. അതിന് കലാപരിപാടികളും എല്ലാ പരിപാടികളും പഠനവും കലാപരിപാടികളും എല്ലാം ഓൺലൈനിലൂടെ എന്തെല്ലാം തുടരാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. അധ്യാപകരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, അവർ ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾ കൂടുതൽ നല്ല മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നന്മകളും നേരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, മറ്റ് രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ജൂൺ 1 നമ്മുടെ വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ നേരത്തെ പോലെ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ലോകവും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവുമെല്ലാം കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിലാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെയാണ് ആ രോഗം പിടികൂടിയിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിനൊരു ശമനം വന്നു എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. നമ്മുടെ കേരളം ആ കാര്യത്തിൽ മാതൃക കാണിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ രോഗവ്യാപനത്തിൻ്റെയും അതുപോലെ തന്നെ മരണത്തിൻ്റെയും ഒക്കെ തന്നെ തോത് നമ്മുടെ കേരളത്തിലും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എന്ന് ഇത് അവസാനിക്കുമെന്ന് നമുക്കൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. വാക്സിനേഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, അത് മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് കുറച്ചു കാലം കൂടി നീണ്ടു നിൽക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മുൻകരുതലോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയണം. രോഗവ്യാപനം തടയാനും അതുപോലെ തന്നെ അതിൻ്റെ ദുരന്തം നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്യന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള തീരുമാനം വരുന്നത്. തീർച്ചയായിട്ടും മുൻകാലങ്ങളിലെല്ലാം തന്നെ നമ്മൾ സ്കൂൾ പ്രവേശനോത്സവം എന്നുള്ളത് അത്യന്തം ആഹ്ലാദപൂർവ്വം കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് നടത്തുന്ന ഒന്നാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല, നമുക്ക് കൂട്ടം ചേരാൻ കഴിയില്ല എന്നുള്ളത് എല്ലാ കുട്ടികളും നല്ലപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ പഠനം തന്നെ നേരിട്ട് അധ്യാപകരുടെ മുഖത്തു നിന്നല്ല നമ്മൾ പഠിക്കുന്നത്. അതിപ്പോൾ ഓൺലൈനിലൂടെയൊക്കെയാണ്. അധ്യാപകർ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നേരിട്ട് അധ്യാപകരുമായിട്ട് സംവദിക്കാനുള്ള സന്ദർഭം പരിമിതമാണ്. ഒരു ജൈവികത അധ്യാപകനും കുട്ടികളും തമ്മിൽ ഉണ്ടാകുന്നില്ല ഓൺലൈനിൽ എന്നുള്ള പരക്കെ ആശയമുണ്ട്. എന്തായാലും അതിനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. എങ്കിൽ പോലും നമുക്ക് പഴയ പോലെയുള്ള കൂടിച്ചേരലുകൾക്ക് സാധ്യമല്ലെങ്കിൽ പോലും ഇപ്പോൾ ഓൺലൈനിലൂടെ നമുക്കെല്ലാവർക്കും ഈ സ്കൂൾ പ്രവേശനം സാധ്യമാകുക അല്ലെങ്കിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട പഠനം നമുക്ക് നടത്താൻ ഓൺലൈനിലൂടെ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനൊരു ജൈവികമായിട്ടുള്ള അംശം വേണ്ടത്ര ഇല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ നേരിട്ട് നമ്മുടെ സ്കൂളിൽ ചെന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും കൂട്ടായിരുന്ന് പഠനവും കളിയും അതുപോലെ മറ്റ് മത്സരങ്ങളുമെല്ലാം സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്കൂളിലും പ്രദേശത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പങ്ങാരപ്പള്ളി സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് പുതുതായി കടന്നു വരുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും അവർക്ക് ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോവിഡ്-19 രൂക്ഷമായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ജൂൺ 1-ാം തീയതി തന്നെ സ്കൂൾ തുറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഓൺലൈൻ വഴിയാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയുടെയും എല്ലാ വക പിന്തുണയും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. കോവിഡിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിക്കുക, ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക. എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അവസ്ഥയെല്ലാം മാറി പഴയ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വാർഡ് മെമ്പർ. പങ്ങാരപ്പള്ളി സെൻറ് ജോസഫ്സ് സ്കൂളുകളിലെ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റു അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതുന്നു. കോവിഡ് മഹാമാരിയുടെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അതിജീവനത്തിൻ്റെ വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ പ്രവേശനോത്സവത്തിലൂടെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് നാം എല്ലാവരും. നമ്മുടെ സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന മികച്ച പഠന ക്ലാസുകൾ, അതുകൂടാതെ കുട്ടികളുടെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കഠിന പ്രയത്നം ചെയ്യുന്ന അധ്യാപകരുടെ പിന്തുണന പ്രവർത്തനങ്ങൾ, കൂടാതെ മാതാപിതാക്കളുടെ സഹകരണം, ഇതെല്ലാം കൂടിയായാൽ നമ്മുടെ കുട്ടികളുടെ പഠന മികവ് ഒരു പരിധിവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പര്യാപ്തമാണ്. മികച്ച രീതിയിൽ വരും തലമുറയെ വാർത്തെടുക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പങ്ങാരപ്പള്ളി സെൻറ് ജോസഫ് സ്കൂളുകൾ ഈ വാർഡിനും അതുപോലെ തന്നെ ചേലക്കര പഞ്ചായത്തിനും ഈ നാടിനും അഭിമാനകരമാണ്. അറിവ് നേടാൻ
അങ്ങനെ മികച്ച പൗരന്മാരായി മാറുവാൻ, നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി തീരുവാൻ ഈ വിദ്യാലയത്തിലെ ഓരോ കുട്ടികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പങ്ങാരപ്പള്ളി സെൻറ് ജോസഫ്സ് UP സ്കൂളിലും ഹൈസ്കൂളിലും പുതുതായി പ്രവേശനം നേടിവന്ന എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നല്ലൊരു അധ്യയന വർഷത്തിൻ്റെ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ കാർത്തിക. ഞാൻ 4ാം ക്ലാസ്സിലാണ്. ഞാൻ ചൊല്ലാൻ പോകുന്നത് ഒരു ലളിതഗാനമാണ്. ആ ലളിതഗാനത്തിൻ്റെ പേരാണ് പുഴയുടെ തീരത്ത്. പുഴയുടെ തീരത്തുരുത്രാടരാവിൽ വിസ്മയമൂടി ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ മാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണ തോണികൾ കണ്ടു. തിരുവോണ തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമൂടെ ഞാൻ നിന്നു. ചിരിക്കുന്ന അരിപ്പൂക്കളെ ചൊല്ലു താരകൾ നിങ്ങളല്ലേ. ചിലമ്പുന്നൊരരിപ്രാക്കളെ തിങ്കൾ ചില്ലയിൽ നിങ്ങളല്ലേ. ചെല്ലുനീലവും മണിമുല്ലയും എൻ കടക്കണ്ണു മുന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമൂടെ ഞാൻ നിന്നു. പ്രകൃതി മനോഹരിണി രാവിൽ നിറപറ ഒരുക്കുന്നുവോ. പ്രണവമന്ത്രാക്ഷരത്താൽ നിന്നെ ദിക്കുകൾ വാഴ്ത്തുന്നുവോ. ശ്രാവണവും നിൻ വാസന്തവും എന്നുടെ ചേലുമൊന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ വർഷത്തെ അധ്യയന വർഷം ജൂൺ 1-ാം തീയതി ആരംഭിക്കുകയാണല്ലോ. അന്നേ ദിവസം നിങ്ങൾക്ക് സ്കൂളുകളിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എങ്കിലും മനസ്സുകൊണ്ട് നിങ്ങളെല്ലാവരും അന്നേ ദിവസം സ്കൂളിലായിരിക്കും എന്ന് തീർച്ചയായും കരുതുന്നു. ഈ മഹാമാരിക്കാലത്ത് വീടുകളിലായിരുന്നു കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിൽ പങ്കാളികളാകാം. നിങ്ങളെ ഓരോ കൊച്ചുകൂട്ടുകാരെയും സ്കൂളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധമായ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ഈ മഹാമാരിക്ക് ശേഷം സ്കൂളുകളിൽ എത്തിച്ചേർന്ന് പഠിച്ച് കളിച്ച് ഉല്ലസിച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എല്ലാ പുതിയ കൂട്ടുകാർക്കും പ്രവേശനോത്സവത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. നമസ്കാരം പ്രിയമുള്ളവരെ, ഒരു പുതിയ അധ്യയന വർഷത്തിനാണ് ഇന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. ഇത് പ്രതീക്ഷകളുടെ വർഷമാണ്. കൊറോണ എന്ന മഹാമാരിയെ തുരത്തി നാം എല്ലാവരും വീണ്ടും നമ്മുടെ വിദ്യാലയ അങ്കണത്തിലേക്ക് ഓടിവരും എന്നുള്ളതിന്റെ പ്രതീക്ഷയുടെ വർഷം. ഇത് അതിജീവനത്തിന്റെ വർഷമാണ്. കൊറോണയെ തുരത്തി നാം എല്ലാവരും ഈ ഒരു സാഹചര്യത്തെയും ഈ ഒരു അസുഖത്തെയും അതിജീവിക്കും എന്നുള്ളതിന്റെ ഒരു വർഷം. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നമ്മുടെ സെന്റ് ജോസഫ് UP സ്കൂൾ പങ്ങാരപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ അവസരത്തിൽ ഞാൻ ആദ്യമേ ഒരു സ്വാഗതം ആശംസിക്കട്ടെ. നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ വളർത്തുവാനും നിങ്ങളുടെ
പാഠ്യേതര വിഷയങ്ങളിലുള്ള നിങ്ങളുടെ കഴിവുകളെ മികവുറ്റതാക്കുവാനും നമ്മുടെ ഈ വിദ്യാലയത്തിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായി സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചേലക്കരയുടെ സ്വന്തം മന്ത്രി കെ രാധാകൃഷ്ണൻ അവറുകളാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ നമുക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച രാധാകൃഷ്ണൻ സാറിന് ഈ വിദ്യാലയത്തിന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കട്ടെ. ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ചേലക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി പത്മജയാണ്. പത്മജ മാഡത്തിന് ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ നന്ദി ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ബീന മാത്യൂസ് അവറുകൾ ഇന്നത്തെ ഈ ചടങ്ങിൽ നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയുണ്ടായി. ബീന മാഡത്തിനും ഈ അവസരത്തിൽ വിദ്യാലയത്തിന്റെ നന്ദി ഞാൻ അർപ്പിക്കട്ടെ. വിദ്യാലയത്തിന്റെ കരുത്തായിട്ടുള്ള വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ മാനേജർ റവറൻഡ് ഫാദർ ജോൺ കൊള്ളന്നൂർ അച്ഛനും നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപികയായിട്ടുള്ള ഷീബ ടീച്ചർക്കും വിദ്യാലയത്തിലെ എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെല്ലാം തന്നെ വീടുകളിൽ ഇരുന്നു കൊണ്ടാണ് ഈ വർഷം അധ്യയനം ആരംഭിക്കുന്നത്. മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരെയും ഈ ചടങ്ങിൽ സംബന്ധിച്ചതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. കുട്ടികളെ, ഇത് നിങ്ങളുടെ വിദ്യാലയമാണ്. ഈ വർഷം നമുക്ക് വളരെ ആർത്തുല്ലസിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ഒരു ആഘോഷമാക്കി തന്നെ നമുക്ക് പഠനങ്ങളിൽ ഏർപ്പെടാം, പാഠ്യേതര വിഷയങ്ങളിൽ ഏർപ്പെടാം. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. Hello my dear children, I am English and